ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ? മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ സ്വന്തമാക്കാം ലുലു സാരീസിൽ നിന്നും. ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം. ലുലു സാരീസ്, കുറ്റിയാടി, കണ്ണൂർ, തലശ്ശേരി. വടകര പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുറമേരിയിൽ നടന്ന UDF സമ്മേളനം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് വീമ്പു പറയുന്ന CPM രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താനാണ് ആഹ്വാനം ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളമൊഴിച്ച സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാത്തത് എന്തുകൊണ്ടാണെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും തങ്ങൾ പറഞ്ഞു. ഈ രാജ്യത്ത് ഏറ്റവും വലിയൊരു ഗ്യാരണ്ടി ഉണ്ടാക്കിയ സർക്കാർ അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് പോയതിനു ശേഷം ജനങ്ങളുടെ എല്ലാ ഗ്യാരണ്ടികളെയും ഇല്ലാതാക്കി ജനങ്ങളെ ക്വാറന്റൈനിലേക്ക് തള്ളിയിട്ട ഒരു പ്രധാനമന്ത്രിയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. നമുക്കതിനെ തിരുത്തണം. അധികാരത്തിൽ നിന്ന് അവരെ ഇറക്കി അവിടെ ജനാധിപത്യവും മതേതരത്വവും വികസന ഭദ്രതയും ജനങ്ങൾക്ക് നൽകുന്ന ഒരു ഗവൺമെന്റിനെ നമുക്ക് അവിടെ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. അത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിലൂടെ നമുക്കതിന് സാധ്യമാകും. ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ദിവസം പിന്നിടുന്തോറും പ്രതിപക്ഷ കക്ഷികളുടെ അലയൻസ് അത് ശക്തമായി കൊണ്ടിരിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ കൂടുതൽ ശക്തമായി രംഗത്ത് വരുന്നു. അതൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. രാഹുൽ ഗാന്ധി നിരന്തരമായ സഞ്ചാരത്തിലാണല്ലോ. വിശ്രമമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം വിമാനത്തിലൂടെ അല്ല സഞ്ചരിക്കുന്നത്, സാധാരണക്കാരോടൊപ്പം നടുറോഡിലൂടെ സഞ്ചരിക്കുകയാണ്. അവരെ കൂടെ ചേർത്ത് സഞ്ചരിക്കുക. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. പിണറായി വിജയനെ പ്രചാരണത്തിന് കൊണ്ടുപോയാൽ ഉള്ള വോട്ടും നഷ്ടപ്പെടുമെന്ന കാര്യം ഇടതുമുന്നണി നേതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തൊട്ടടുത്ത് നമ്മുടെ തമിഴ്നാട്ടിൽ CPMന്റെ സിറ്റിംഗ് MP സു വെങ്കടേഷ് വീണ്ടും മത്സരിക്കുക. അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ വന്നു കഴിഞ്ഞപ്പോ സാധാരണ ഇപ്പൊ നമ്മൾ ഷാഫി പറമ്പിന്റെ പോസ്റ്റർ എങ്ങനെയാ, വലിയ വലിപ്പത്തിൽ ഷാഫി പറമ്പിൽ ചെറിയൊരു വട്ടത്തിൽ കൈ അടയാളം. സു വെങ്കടേഷിന്റെ പോസ്റ്റർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൈ അടയാളത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ കോണി ചിഹ്നമൊക്കെ വെക്കുന്ന വലിപ്പത്തിലെ സു വെങ്കടേഷിന്റെ പടമുള്ളൂ. വലിയ വലിപ്പത്തിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ പടമാണ്. മേളിൽ 20 പേരുടെ പടം, CPM നേതാക്കന്മാരുടെ പടം പെട്ടിയടിക്കുന്ന പോലെ അടുക്കി വെച്ചേക്കുക. ഞാൻ സൂക്ഷിച്ചു നോക്കി. അതിനകത്ത് ഈ രാജ്യത്തെ CPMന്റെ ഏക മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ പിണറായി വിജയന്റെ പടമുണ്ടോന്ന് ഞാൻ നോക്കിയപ്പോൾ ഏരിയ സെക്രട്ടറിയുടെ വരെ പടമുണ്ട്, പക്ഷെ പിണറായി വിജയന്റെ പടമില്ല. അപ്പൊ എനിക്ക് പരിചയമുള്ള 1-2 യൂത്ത് കോൺഗ്രസ്സുകാരെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചു. കാരണം ഇപ്പൊ ആം ആദ്മി പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പടം വയ്ക്കില്ലേ? ഇപ്പൊ കേരളത്തിൽ BSPക്കാർ മത്സരിക്കുന്നു, മായാവതിയുടെ ചിത്രം വയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ആ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്നോട് പറഞ്ഞു, അത് ഈ സു വെങ്കടേഷ് കാര്യം ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഭയങ്കര ബുദ്ധിമാനാണ്, പുള്ളിക്കറിയാം ഈ ചങ്ങാതിയുടെ പടം വെച്ചാൽ അവിടെ ഇഷ്ടം പോലെ മലയാളികളുണ്ട്, അവിടെ അവരും കൂടെ കയറി വോട്ട് ചെയ്ത് സു വെങ്കടേഷിനെ തോൽപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ ചിത്രം വെക്കാതെന്ന് പറഞ്ഞു. കേരളത്തിൽ പോലും ഇത്രയേറെ അൺപോപ്പുലറായി മാറിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ചിത്രം വെക്കുവാൻ കേരളത്തിലെ പോലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തയ്യാറല്ലാത്ത കാലത്ത് ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പോരാട്ടം ആർക്കെതിരായിട്ടാണ്? കഴിഞ്ഞ 3 ദിവസക്കാലമായി ഇവിടുത്തെ പോലും പ്രസംഗം ഞാൻ കേട്ടു. ഇവിടുത്തെ പോലുമുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പോരാടുന്നത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണോ? അദ്ദേഹത്തിന്റെ പോരാട്ടം അത്രയും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ്. അദ്ദേഹം പറയുന്നത്, എന്റെ നാട്ടിൽ വന്നപ്പോൾ പ്രസംഗിച്ചത്, രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് പഴയൊരു പേരുണ്ട്, ആ പേര് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പുന്നാര ചങ്ങാതി, രാഹുൽ ഗാന്ധിക്ക് എല്ലാ കാലഘട്ടത്തിലും പഴയതും പുതിയതും നാളുകളിലുമായ ഒറ്റ പേരേ ഉള്ളൂ. അത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽക്കാരൻ എന്ന പേരാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. പഴയ പേരും പുതിയ പേരും ഒക്കെ ഉള്ളത് നിങ്ങൾക്കല്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പഴയ വിജയനുണ്ട്, പുതിയ വിജയനുണ്ടെന്ന്. ആ പഴയ വിജയന്റെ പേരെന്താണെന്ന് ധർമ്മടത്തോ പിണറായിലോ പോയി ചോദിച്ചാൽ പറയും, അത് കൊലയാളി വിജയൻ എന്ന പഴയ പേരാണ് നിങ്ങൾ PR ഏജൻസിയെ വെച്ച് മാറ്റിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി തന്നെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട് എന്ന്. ശരിയാ, പിണറായി വിജയനെ ഇന്ദിരാഗാന്ധി ജയിലിൽ അടച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ?
RSSനോടൊപ്പം ചേർന്ന് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ, ഈ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിച്ച ശ്രമങ്ങളുടെ ഭാഗമായി അടിയന്തരാവസ്ഥയുടെ കാലത്ത് പിണറായി വിജയൻ ജയിലിലടച്ചിട്ടുണ്ട്. അന്ന് ജയിലിൽ പിണറായി വിജയന്റെ സഹമുറിയന്മാരെന്ന് പറയുന്നത് RSSന്റെ നേതാക്കന്മാരായിരുന്നു. ആ കടപ്പാടിന്റെ പേരിലാണ് 977 ആണ്ടിൽ കൂത്തുപറമ്പിൽ നിങ്ങൾ പരാജയപ്പെടേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു പോകുവാൻ വേണ്ടി RSSകാരനാണ് കൂത്തുപറമ്പിലെ ഓരോ വീടാന്തരവും കയറി നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചത്, നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ മുഹമ്മദ് സാലിഹ് അധ്യക്ഷത വഹിച്ചു. പാറക്കൽ അബ്ദുള്ള, അഹമ്മദ് പുന്നക്കൽ, സൂപ്പി നരിക്കാട്ടേരി, നൊച്ചാട്ട് കുഞ്ഞബ്ദുള്ള, KT അബ്ദുറഹ്മാൻ, പ്രമോദ് കക്കട്ടിൽ, PP റഷീദ്, P അജിത്, K സജീവൻ, AP മുനീർ, ഷംസു മഠത്തിൽ, മുഹമ്മദ് പുറമേരി, തൊടുവയിൽ കുഞ്ഞിക്കണ്ണൻ, MP ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. വില കുറവാണെങ്കിലും നല്ല കളക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞു വാങ്ങിക്കാം. ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാരീസ്. ലുലു സാരീസ്, കുറ്റിയാടി, കണ്ണൂർ, തലശ്ശേരി.